നമ്മുടെ കാലാവസ്ഥയൊക്കെ ആകെ മാറിയല്ലേ, ഭയങ്കരമായ ചൂടാണ്. അപ്പോൾ 11 മണി മുതൽ 3 മണി വരെയുള്ള വെയിൽ കൊള്ളരുതെന്നാണ് പറയുന്നത്. സൂര്യാഘാതം ഏൽക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒക്കെ നല്ലതായിട്ട് കെയറൊക്കെ ചെയ്തിരിക്കുക കേട്ടോ. പിള്ളേരെയൊക്കെ ആണെങ്കിലും വെളുത്തൊന്നും ഇറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചെടികളും നമ്മൾ കുഞ്ഞുമക്കളെ പോലെ സംരക്ഷിക്കുന്ന ചെടികളാണ്. അതിനും നല്ല വാട്ടവും ഒക്കെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ നല്ല നല്ല ഫെർട്ടിലൈസർ കൊടുക്കണം. അത് നല്ല ഉഷാറായിട്ടിരിക്കണമെങ്കിൽ നല്ല പച്ചപ്പൊടി ഇരിക്കണമെങ്കിലും ഒക്കെ നല്ല ഫെർട്ടിലൈസർ ആഴ്ചയിൽ ഈ സമയത്ത് ചൂടുള്ള സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫെർട്ടിലൈസറാണ്. അത് നിങ്ങൾ ആഴ്ചയിലൊക്കെ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഞാൻ എന്നും വീഡിയോ ഇടുന്നത് കൊണ്ട് ഡെയിലി ഒഴിച്ചു കൊടുക്കണം എന്നല്ല പറയുന്നത്. നമ്മൾ ഓരോ ആഴ്ചയും മാറി മാറി നമ്മുടെ ശരീരത്തിന് ഏതൊക്കെ ഭക്ഷണമാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമെന്നുള്ള പോലെ തന്നെ നമ്മുടെ ചെടികൾക്കും നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് വളരെയധികം നല്ലതാണ്. പ്രോട്ടീനും വൈറ്റമിൻസും അതുപോലെ തന്നെ കാൽസ്യവും പൊട്ടാഷ്യവും മഗ്നീഷ്യവും ഒക്കെ ധാരാളം അടങ്ങുന്ന നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ജൈവ വളങ്ങൾ ഉപയോഗിച്ച് തന്നെ നമ്മുടെ ചെടികൾക്ക് പൂക്കാനായിട്ടുള്ള നമ്മുടെ നല്ല ഫെർട്ടിലൈസർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാവേ. അപ്പോൾ എന്നാൽ മാത്രമേ നല്ല കൊലയായിട്ട് നല്ല കട്ടയ്ക്ക് നല്ല കളർഫുള്ളായിട്ടൊക്കെയുള്ള പൂക്കൾ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഫുൾ കാണാൻ മറക്കല്ലേ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും മറന്നുപോകല്ലോ കേട്ടോ. നമ്മൾ എത്രയധികം ശ്രദ്ധിച്ചാലും ഈ ചൂടുള്ള സമയത്ത് നമ്മുടെ റോസയൊന്ന് വാടി തളർന്നൊക്കെ നിൽക്കാറുണ്ടല്ലേ. അപ്പോൾ അതുപോലൊക്കെ നിൽക്കാതിരിക്കാനായിട്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കണം. നമ്മുടെ റോസയ്ക്കൊക്കെ ഇല ചുരുളിമ അതുപോലെ തന്നെ മഞ്ഞളിപ്പ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ലൊരു ജൈവ കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഞാൻ. അതായത് വേപ്പെണ്ണ എമൻഷനിൽ കൊടുക്കണം. വേപ്പെണ്ണ മിശ്രിതം മിക്സ് ചെയ്ത് നമ്മളിതുപോലെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വളരെയധികം നല്ലതാണ്. നമ്മൾ ഒരു റോസയാണ് വീട്ടിൽ കൊണ്ട് നടന്നതെങ്കിലും ആ റോസയെ ഒന്ന് പരിചരിക്കണം. കാരണം ഈ ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ റോസയുടെ ചൂടിലുള്ള മണ്ണൊക്കെ നല്ല കല്ലായിട്ടൊക്കെ ഇരിക്കും. മണ്ണ് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്. എന്നാൽ മാത്രമേ നല്ല ഇളക്കമുള്ള മണ്ണിൽ വളരുന്ന റോസയ്ക്ക് നല്ല ഹെൽത്തി ആവുകയും ചെയ്യും. നല്ല പൂക്കളും മുട്ടുകളും ഒക്കെ ധാരാളം ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നല്ല ഫെർട്ടിലൈസർ ഒഴിക്കുമ്പോഴും നമ്മളിതുപോലെ ചൂടിളക്കി കൊടുക്കണം. നിങ്ങൾ നോക്കിയാൽ അറിയാം, എൻ്റെ റോസയുടെ ചൂട്ടിൽ നിന്ന് ഒരു കാട് പോലും ഞാൻ വളർത്താറില്ല. അങ്ങനെ നമ്മൾ കെയർ ചെയ്താലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ റോസയൊക്കെ അടിപൊളിയായിട്ട് പൂക്കാനായിട്ടും നിറയെ മൊട്ടുകൾ ഉണ്ടാവാനായിട്ടും ഒക്കെ നല്ലൊരു ഫെർട്ടിലൈസറാണ്. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ പുളിച്ച തേങ്ങാവെള്ളം എല്ലാവർക്കും അറിയാമല്ലോ. ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാവാനായിട്ടും ഒരുപാട് മൊട്ടുകളൊക്കെ ഉണ്ടാവാനായിട്ടും റോസയിലൊക്കെ നല്ല പച്ച പൊറിഞ്ഞ് നിൽക്കാനായിട്ടൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് നമ്മുടെ പുളിച്ച തേങ്ങാവെള്ളം കേട്ടോ. പുളിക്കാത്ത തേങ്ങാവെള്ളം കൊടുക്കാം, പുളിച്ച തേങ്ങാവെള്ളം കൊടുക്കാം. രണ്ട് രീതിയിൽ നമുക്ക് തേങ്ങാവെള്ളം കൊടുക്കാം. പിന്നെ 2-3 ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മൾ കഞ്ഞിവെള്ളം ആദ്യം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഒരു കൈപ്പിടി വേപ്പിൻ പിണ്ണാക്ക് ഇട്ടിട്ട് 3 ദിവസം പുളിപ്പിച്ചതാണ്. നല്ല പുളിച്ചിരിക്കുകയാണ്. അതുകൂടാണ് നമ്മൾ ചേർക്കുന്നത്. ഞാൻ നിങ്ങളോട് ഒന്നും കൂടി എടുത്തു പറയുകയാണ്, ഞാൻ ഉപയോഗിക്കുന്ന ഈ ഫെർട്ടിലൈസർ എല്ലാം ഇപ്പോൾ കഞ്ഞിവെള്ളത്തിനകത്താണ് കൊടുക്കുന്നത്. കാരണം ഈ ചൂടുള്ള സമയം ആയതുകൊണ്ട് തന്നെ ഞാൻ കഞ്ഞിവെള്ളത്തിനകത്തുള്ള ഫെർട്ടിലൈസറാണ് കൂടുതലും കൊടുക്കാറ്. നിങ്ങൾക്ക് പഴയ വീഡിയോ ഒക്കെ പോയി കണ്ടാൽ അറിയാം, പുറകോട്ടുള്ള വീഡിയോസ് നോക്കിയാൽ അറിയാൻ പറ്റും. എല്ലാം കഞ്ഞിവെള്ളത്തിനകത്താണ് കൊടുക്കുന്നത്. കാരണം കഞ്ഞിവെള്ളം കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ചെടികൾക്ക് നല്ല തണുവാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് വളരെയധികം നല്ലതാണ്. ഈ ചൂടുള്ള സമയത്ത് കറിവേപ്പിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ബക്കറ്റിനകത്തേക്ക് ഒഴിച്ചെടുത്തിട്ട് ഒരു 2.5-3 ലിറ്റർ വെള്ളവും കൂടെ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും റോസയ്ക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വെണ്ട, പാവൽ, പടവൽ, കോവൽ ഇതിനെല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പിനും ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നാൽ മാത്രമേ നമ്മുടെ ചെടികൾ ഒരു ചെറിയ കുഞ്ഞു ചെടിയാണെങ്കിലും ഒരു കുഞ്ഞു റോസയാണെങ്കിലും കൊണ്ടുവെക്കുമ്പോഴത്തേനും അത് നല്ലതായിട്ട് പച്ചപ്പോരോടി നല്ല ബ്രാഞ്ചസോടുകൂടിയൊക്കെ വന്നിട്ട് നിറയെ മുട്ടുകൾ ഉണ്ടാവാനായിട്ട് ഈ ഒരു ഫെർട്ടിലൈസർ വളരെയധികം സഹായിക്കുന്നു. പിന്നെ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എപ്പോഴും നമ്മൾ വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. എന്നാൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനിയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.